വിശ്വാസം ഒറ്റയടിക്ക് വരുന്നതല്ല. ഒരൊറ്റ മനോഹരമായ നിമിഷത്തിലോ തികഞ്ഞ വാക്കുകളിലോ അത് വന്നുചേരുന്നില്ല. പലപ്പോഴും അത് പതുക്കെ, ശാന്തമായി വളരുന്ന ഒന്നാണ്. ചെറിയ ചെറിയ പ്രവൃത്തികൾ ആവർത്തിച്ചു ചെയ്യുമ്പോൾ കാലം കൊണ്ട് ഒരു സുരക്ഷിത ബോധവും വിശ്വാസവും ഉണ്ടാവുന്നു. ഒരു മനുഷ്യന്റെ യഥാർത്ഥ സ്വഭാവം വാഗ്ദാനങ്ങളില്ല, ദിവസവും ചെയ്യുന്ന പ്രവൃത്തികളിലൂടെയാണ് മനസ്സിലാവുന്നത് എന്നാണ്. പ്രത്യേകിച്ച് ബന്ധങ്ങളിൽ ഈ കാര്യം വളരെ പ്രധാനമാണ്. നിങ്ങൾ ശാന്തമായ ആത്മവിശ്വാസവും പക്വമായ മനസ്സും സ്ഥിരമായ ശക്തിയും ഇഷ്ടപ്പെടുന്നുണ്ടെങ്കിൽ ഈ വീഡിയോ ഇപ്പോൾ തന്നെ ലൈക്ക് ചെയ്യുകയും ഈ ചാനൽ സബ്സ്ക്രൈബ് ചെയ്യുകയും ചെയ്യൂ. ഇന്ന് നമ്മൾ നോക്കാൻ പോകുന്നത് കാലം കൊണ്ട് പതുക്കെ വിശ്വാസം വളർത്തുന്ന 11 കാര്യങ്ങളിലേക്കാണ്. ഒരു സ്ഥിരമായ മനസ്സ് എങ്ങനെ നിങ്ങളെ വിശ്വസനീയനും ആശ്വാസകരനുമാക്കുന്നു എന്നും നമുക്ക് നോക്കാം. ബുദ്ധിമുട്ടുള്ള സമയങ്ങളിലും ഉറച്ചു നിൽക്കുക. സുഖമുള്ള സമയങ്ങളിൽ സഹായിക്കുന്നത് എളുപ്പമാണ്. യഥാർത്ഥ വിശ്വാസം ജീവിതം ബുദ്ധിമുട്ടാവുമ്പോൾ ഉണ്ടാവുന്നതാണ്. അവൾ സ്ട്രെസ്സിലോ പ്രശ്നങ്ങളിലോ ആയിരിക്കുമ്പോൾ നിങ്ങൾ അകന്നു പോകാതെ അടുത്തു തന്നെ ഉറച്ചു നിന്നാൽ അത് വലിയ വിശ്വാസം തരുന്നു. അവൾ ജോലിയിൽ തളർന്നിരിക്കുമ്പോഴോ വീട്ടിൽ പ്രശ്നമുണ്ടാവുമ്പോഴോ നിങ്ങൾ മാറി നിൽക്കരുത്. ചില മനുഷ്യർ ബുദ്ധിമുട്ട് കണ്ടാൽ അകന്നു പോകും. നിങ്ങൾ മറ്റൊരു രീതിയിൽ ആവുക. അവൾ ഇന്ന് വളരെ മോശമായ ദിവസമായിരുന്നു എന്ന് പറഞ്ഞാൽ പെട്ടെന്ന് പരിഹാരം പറഞ്ഞ് സംസാരം നിർത്താതെ ക്ഷമയോടെ കേൾക്കുക. അവൾക്ക് സ്വസ്ഥത നൽകുക. നിങ്ങളുടെ സ്വന്തം മനസ്സിനെ അവളുടെ പ്രശ്നത്തിന് മുകളിൽ വയ്ക്കരുത്. സ്വസ്ഥമായി അവളോടൊപ്പം ഉണ്ടാവുക. ഈ സ്വഭാവം നടിക്കാൻ പറ്റാത്തതാണ്. ആശ്രയിക്കാവുന്ന സ്വഭാവം. ബോറടിപ്പിക്കുന്നതും സ്ഥിരമായ മൂല്യങ്ങൾ ഉള്ളതും തമ്മിൽ വലിയ വ്യത്യാസമുണ്ട്. നിങ്ങൾ സന്തോഷവാനും സാഹസികനുമായിരിക്കാം, പക്ഷേ നിങ്ങളുടെ അടിസ്ഥാന തത്വങ്ങൾ മാറാതെ നിൽക്കണം. നിങ്ങളുടെ സ്വഭാവം മൂഡിനനുസരിച്ച് മാറുന്നില്ലെങ്കിൽ അവൾക്ക് വലിയ സുരക്ഷിതത്വം തോന്നും. സത്യം പറയുക എന്നത് നിങ്ങളുടെ സ്വഭാവമാണെങ്കിൽ എപ്പോഴും അത് തുടരുക. വിശ്വസ്തത ഉണ്ടെങ്കിൽ പ്രലോഭനം വന്നാലും അത് നിലനിർത്തുക. ഇത് വലിയ പ്രഖ്യാപനങ്ങളല്ല, ദിവസവും കാണുന്ന ചെറിയ പാറ്റേണുകളാണ്. സാഹചര്യങ്ങൾ മാറിയാലും നിങ്ങൾ ഒരേ മനുഷ്യനായി തുടരുമ്പോൾ അവൾക്ക് ആഴത്തിലുള്ള വിശ്വാസം വരും. ഇന്ന് കാണുന്ന മനുഷ്യൻ നാളെയും ഇതേപോലെ തന്നെയുണ്ടാവും എന്ന ബോധം വിശ്വാസത്തിന്റെ ഏറ്റവും ശക്തമായ അടിത്തറയാണ്. വികാരപരമായ ക്ഷമ കാണിക്കുക. വിശ്വാസം ധൃതിയിലോ പ്രഷറിലോ വളരുന്നില്ല. ആളുകൾ വികാരപരമായി തിരക്ക് കൂട്ടുമ്പോൾ ബന്ധത്തിന്റെ ആത്മാർത്ഥതയെ സംശയിക്കാൻ തുടങ്ങും. കാര്യങ്ങൾ സ്വാഭാവികമായി അഴിഞ്ഞുവരാൻ അനുവദിക്കുന്ന മനുഷ്യൻ ക്ഷമയും ആത്മവിശ്വാസവും കാണിക്കുന്നു. അടുപ്പം നിർബന്ധിച്ചു വരുത്താതെ, നിരന്തരം ഉറപ്പു തിരയാതെ, ബന്ധം അതിന്റെ സ്വന്തം വേഗതയിൽ വളരാൻ സ്പേസ് നൽകുക. ബന്ധത്തെ ശ്വസിക്കാൻ അനുവദിക്കുമ്പോൾ വിശ്വാസം തടസ്സമില്ലാതെ രൂപപ്പെടുന്നു. പലരും മനസ്സിലാക്കാത്ത കാര്യമാണ് വേഗം കൂട്ടുന്നത് അസുരക്ഷിതത്വം കാണിക്കുന്നു എന്നത്. ഇത് എങ്ങോട്ടാണ് പോകുന്നത് എന്ന് നേരത്തെ ചോദിക്കുക. ദിവസവും അവളുടെ മനസ്സ് അറിയാൻ നോക്കുക. എപ്പോഴും ഉറപ്പു വേണമെന്ന് തോന്നുക. ഇത് ബന്ധത്തെ സുഖകരമായത് നിന്ന് ഭാരമുള്ളതാക്കി മാറ്റും. നിങ്ങൾ വ്യത്യസ്തനായിരിക്കുക. നല്ല സമയങ്ങൾ കഴിഞ്ഞിട്ടും ക്ഷമയോടെ നിൽക്കുക. അവൾക്ക് സമയം വേണമെന്ന് തോന്നിയാൽ അത് നിർബന്ധിക്കാതെ അനുവദിക്കുക. നിങ്ങൾ സ്വസ്ഥനായി തുടരുമ്പോൾ അവൾക്ക് മനസ്സ് തുറക്കാൻ എളുപ്പമാവും. ഈ സ്വസ്ഥതയിൽ അവളുടെ മനസ്സിലെ മതിൽ പതുക്കെ തകരുന്നു. വിശ്വാസം നിർബന്ധമല്ലാതെ സ്വയം വന്നുചേരുന്നു. അതിരുകൾ ബഹുമാനിക്കുക. എല്ലാ മനുഷ്യർക്കും അതിരുകൾ ഉണ്ട്. സമയം, വ്യക്തിപരമായ സ്വകാര്യത, മനസ്സിന്റെ സുഖം, ഇതെല്ലാം. അവൾ ഒരു അതിർവരമ്പ് പറയുമ്പോൾ നിങ്ങൾ വാദിക്കാതെ, പ്രഷർ ചെയ്യാതെ ശാന്തമായി അംഗീകരിക്കുകയാണെങ്കിൽ അത് പക്വതയുടെ ലക്ഷണമാണ്. ഞാൻ പറയുന്നത് മറ്റുള്ളവരെ നിയന്ത്രിക്കാൻ നമുക്ക് കഴിയില്ല, നമ്മുടെ പെരുമാറ്റം മാത്രമേ നിയന്ത്രിക്കാൻ പറ്റൂ എന്നാണ്. അവളുടെ അതിരുകൾ ബഹുമാനിക്കുമ്പോൾ അത് അവളുടെ സ്വാതന്ത്ര്യത്തോടുള്ള മര്യാദയായി അവൾക്ക് തോന്നും. കാലം കൊണ്ട് ഇത് വിശ്വാസത്തിന്റെ ഏറ്റവും ശക്തമായ അടിത്തറയാവുന്നു. അവൾ ഇന്ന് ഒറ്റയ്ക്കിരിക്കണം എന്നോ ഇപ്പോൾ ആ കാര്യം പറയാൻ തയ്യാറല്ല എന്നോ കുറച്ച് സമയം വേണം എന്നോ പറഞ്ഞാൽ ഉള്ളിൽ വിഷമിക്കാതെ മനസ്സിലാക്കി സമ്മതിക്കുക. ചൂടാവാതെ, മൗനം ശിക്ഷയാക്കാതെ, സാധാരണ പോലെ ദയോടെ തുടരുക. ഇത് ശക്തി കാണിക്കുന്നു. നിങ്ങൾ അവളുടെ സുഖത്തെ മാനിക്കുന്നു എന്ന് അവൾക്ക് തോന്നും. അവൾക്ക് ഇല്ല എന്ന് പറയാൻ ഭയമില്ലാതാവുമ്പോൾ വിശ്വാസം ആഴത്തിലാവുന്നു. ജീവിതത്തിന് ലക്ഷ്യവും ദിശയും ഉണ്ടായിരിക്കുക. ലക്ഷ്യങ്ങളും ദിനചര്യകളും വ്യക്തമായ ഒരു ഉദ്ദേശ്യവും ഉള്ള മനുഷ്യൻ തന്റെ ജീവിതത്തിൽ ഉറച്ചു നിൽക്കുന്നു. അത്തരം ഒരു മനുഷ്യന്റെ സാന്നിധ്യം സ്ഥിരതയുള്ളതായി തോന്നും.
മറ്റുള്ളവരുടെ പ്രശംസയെ ആശ്രയിക്കാതെ അവൻ തന്റെ വഴിയിൽ മുന്നോട്ടു പോകുന്നു. നിങ്ങൾ ജീവിതത്തിൽ എന്തെങ്കിലും നല്ലത് കെട്ടിപ്പടുക്കുന്നത് കാണുമ്പോൾ അവൾക്ക് വിശ്വാസ്യത തോന്നുന്നു. ലക്ഷ്യമുള്ള മനുഷ്യൻ സ്ഥിരതയുള്ളവനായി തോന്നുന്നു, അത് വിശ്വാസത്തോട് നേരിട്ട് ബന്ധപ്പെട്ടിരിക്കുന്നു. നിങ്ങളുടെ ദിവസങ്ങൾ ക്രമരഹിതമല്ലാതെ ഒരു ലക്ഷ്യത്തോടെ കഴിയുമ്പോൾ അത് ഒരു ശാന്തമായ ഉറപ്പു തരുന്നു. അവൾക്ക് മനസ്സിലാവും, ഈ മനുഷ്യന്റെ ജീവിതം അവളുടെ ശ്രദ്ധയെ മാത്രം ആശ്രയിച്ചല്ല, അതുകൊണ്ട് തന്നെ നിങ്ങളുടെ ശ്രദ്ധ അവൾക്ക് കൂടുതൽ അർത്ഥവത്തായി തോന്നും. എപ്പോഴും അവളുടെ മെസ്സേജിനായി സമയം മാറ്റിവയ്ക്കുന്ന മനുഷ്യനും സ്വന്തം ലക്ഷ്യങ്ങൾ നിലനിർത്തിക്കൊണ്ട് അവൾക്ക് സമയം മാറ്റിവയ്ക്കുന്ന മനുഷ്യനും തമ്മിലുള്ള വ്യത്യാസം വലുതാണ്. രണ്ടാമത്തെ മനുഷ്യൻ സന്തുലനം കാണിക്കുന്നു. അവൻ തന്റെ ജീവിതം നന്നാക്കിക്കൊണ്ട് അവളെയും അതിലേക്ക് ക്ഷണിക്കുന്നു. ഇത് അവൾക്ക് വലിയ സുരക്ഷിതത്വം തരുന്നു. ഡ്രാമയില്ലാതെ സത്യസന്ധമായി സംസാരിക്കുക. വിശ്വാസം വളരുന്നത് സംസാരം വ്യക്തവും നേരെയും ആയിരിക്കുമ്പോഴാണ്. വാക്കുകൾ വളച്ചൊടിക്കാതെ, കാര്യങ്ങൾ മറച്ചുവയ്ക്കാതെ, വികാരങ്ങളുടെ കളികൾ കളിക്കാതെ സത്യം പറയുമ്പോൾ അനിശ്ചിതത്വം പതുക്കെ മാഞ്ഞുപോകുന്നു. ഡ്രാമയോ വലിയ വികാരമോ ഇല്ലാതെ നേരായി സംസാരിക്കുന്ന മനുഷ്യൻ ചുറ്റുമുള്ളവർക്ക് സുഖകരമായ ഒരു ബോധം തരുന്നു. കാലം കൊണ്ട് ഈ വ്യക്തിത്വവിശ്വാസം സ്വാഭാവികമായി വളർത്തുന്നു. ബന്ധങ്ങളിൽ ഏറ്റവും വലിയ പ്രശ്നം വ്യത്യാസങ്ങളല്ല, കാര്യങ്ങൾ മറച്ചുവയ്ക്കലാണ്. ചിലർ നേരിട്ട് പറയാതെ സൂചനകൾ മാത്രം തരും. ചെറിയ കാര്യങ്ങൾ വലുതാക്കി പറയും. ഇത് ആശയക്കുഴപ്പം ഉണ്ടാക്കുകയും മനസ്സിന് ക്ഷീണം തരുകയും ചെയ്യും. അവൾ നിങ്ങളുടെ വാക്കുകളുടെ പിന്നിലെ ഒളിഞ്ഞ അർത്ഥം തിരയേണ്ടി വന്നാൽ അവൾക്ക് തളർച്ച തോന്നും. നിങ്ങൾ വ്യത്യസ്തനായിരിക്കുക. അവൾ ചെയ്ത ഒരു കാര്യം നിങ്ങളെ വിഷമിപ്പിച്ചാൽ മൗനത്തിൽ പിൻവലിയാതെ, കുറ്റപ്പെടുത്താതെ ശാന്തമായി പറയുക. ഇത് എന്നെ കുറച്ച് വിഷമിപ്പിച്ചു കാരണം എന്ന് ലളിതമായി പറയുക. ശബ്ദം ഉയർത്താതെ, നാടകം കാണിക്കാതെ, സ്വസ്ഥമായി നിങ്ങളുടെ മനസ്സ് തുറന്നു പറയുക. ഇത് വലിയ ആവേശം തോന്നിക്കില്ല, പക്ഷേ അവൾക്ക് സുരക്ഷിതമായി തോന്നും. പ്രശ്നങ്ങൾ വന്നാലും അത് വലിയ വഴക്കിലേക്ക് പോകില്ല എന്ന് അവൾക്ക് മനസ്സിലാവും. ചെറിയ കാര്യങ്ങളിൽ സ്ഥിരത കാണിക്കുക. വിശ്വാസം വലിയ നാടകങ്ങളിൽ നിന്ന് വളരുന്നില്ല. ഏറ്റവും ശക്തമായ അടിത്തറ ചെറിയ ദൈനംദിന കാര്യങ്ങളിലെ സ്ഥിരതയാണ്. നിങ്ങൾ വിളിക്കാമെന്ന് പറഞ്ഞാൽ വിളിക്കുക, സമയത്ത് വരുമെന്ന് പറഞ്ഞാൽ സമയത്ത് വരിക, ഒരു ദിവസം മുതൽ മറ്റൊരു ദിവസം വരെ നിങ്ങളുടെ മനോഭാവം ഒരുപോലെ നിലനിർത്തുക. ഇങ്ങനെ ചെയ്യുമ്പോൾ അവൾക്ക് നിങ്ങളെ നല്ല രീതിയിൽ പ്രവചിക്കാവുന്ന ഒരു മനുഷ്യനായി തോന്നാൻ തുടങ്ങും. ഈ സ്ഥിരത അവളിലെ അനിശ്ചിതത്വം നീക്കം ചെയ്യുന്നു. സ്ത്രീകൾ ചെറിയ പാറ്റേണുകൾ വളരെ ശ്രദ്ധിച്ചു നോക്കുന്നു. വലിയ ക്ഷമാപണങ്ങളോ സമ്മാനങ്ങളോ വലിയ സംസാരങ്ങളോ അല്ല വിശ്വാസം ഉണ്ടാക്കുന്നത്. നിങ്ങൾ പറഞ്ഞ സമയത്ത് മെസ്സേജ് അയക്കുന്നത്, ചെറിയ പ്രശ്നങ്ങൾ വന്നാലും മനോഭാവം മാറാതിരിക്കുന്നത്, ക്ഷീണമുണ്ടെങ്കിലും ദയോടെ തുടരുന്നത്, ഇതെല്ലാം അവൾ ശ്രദ്ധിക്കുന്നു. നിങ്ങൾ പറയുന്നത് യാഥാർത്ഥ്യത്തോട് പൊരുത്തപ്പെടുന്നുണ്ടോ എന്ന് അവൾ നോക്കുന്നു. ഇത് തുടർച്ചയായി സംഭവിക്കുമ്പോൾ അവളുടെ മനസ്സ് നിങ്ങളോടൊപ്പം സുഖമായി വിശ്രമിക്കാൻ തുടങ്ങുന്നു. ഒരു ഉദാഹരണം പറയാം. നിങ്ങൾ അവളെ 7 മണിക്ക് കൂട്ടിവരാമെന്ന് പറഞ്ഞാൽ 6:55 തന്നെ എത്തുക. ഇത് അവളെ ആകർഷിക്കാൻ വേണ്ടിയല്ല, സമയനിഷ്ഠ നിങ്ങളുടെ സ്വഭാവമായതുകൊണ്ടാണ്. ചില ദിവസങ്ങൾ തിരക്കാണെന്ന് പറഞ്ഞാലും പെട്ടെന്ന് അപ്രത്യക്ഷമാവാതെ ഒരു ചെറിയ സന്ദേശം അയച്ച് നിന്നെ ഓർക്കുന്നുണ്ട്, പിന്നീട് വിളിക്കാം എന്ന് പറയുക. ഇത് വലിയ കാര്യങ്ങളല്ല, പക്ഷേ ഇങ്ങനെ ചെയ്യുന്നത് വിശ്വാസം പതുക്കെ പടുത്തുയർത്തുന്നു. ആഴ്ചകളും മാസങ്ങളും കഴിയുമ്പോൾ ഈ ചെറിയ കാര്യങ്ങൾ കൂടിച്ചേർന്ന് വലിയ സുരക്ഷിതത്വം ഉണ്ടാക്കുന്നു. അനിശ്ചിതത്വത്തിലും ശാന്തമായിരിക്കുക. ജീവിതം സുഖമായിരിക്കുമ്പോൾ ആരുടെയും സ്വഭാവം നല്ലതായിരിക്കും. പക്ഷേ പ്ലാൻ പെട്ടെന്ന് മാറുമ്പോഴോ ചെറിയ തെറ്റിദ്ധാരണ ഉണ്ടാവുമ്പോഴോ യഥാർത്ഥ സ്വഭാവം വെളിപ്പെടുന്നു. ചിലർ പെട്ടെന്ന് പ്രതിരോധത്തിലാവുകയോ നീരസപ്പെടുകയോ അസ്വസ്ഥരാവുകയോ ചെയ്യും. പക്ഷേ ഒരു മനുഷ്യൻ ഈ സാഹചര്യങ്ങളിൽ പോലും ശാന്തമായി പ്രതികരിക്കുമ്പോൾ അത് വലിയ മാനസിക ശക്തി കാണിക്കുന്നു. ഞാൻ പറയുന്നത് സാഹചര്യങ്ങൾ നിയന്ത്രിക്കുന്നതിനു പകരം നമ്മുടെ പ്രതികരണങ്ങൾ നിയന്ത്രിക്കണം എന്നാണ്. നിങ്ങൾ ശാന്തമായി തുടരുന്നത് കാണുമ്പോൾ ഒരു ബഹുമാനബോധം അവളിൽ വളരാൻ തുടങ്ങും. ഈ മാനസിക സ്ഥിരത വിശ്വാസം സ്വാഭാവികമായി വളരാൻ സഹായിക്കുന്നു. അവൾ നോക്കുന്നത് എല്ലാം നല്ലതായിരിക്കുമ്പോഴുള്ള പെരുമാറ്റം മാത്രമല്ല. പ്ലാൻ അവസാന നിമിഷം മാറ്റേണ്ടി വന്നാൽ, മറുപടി വൈകിയാൽ, ചെറിയ തെറ്റിദ്ധാരണ ഉണ്ടായാൽ, ഈ നിമിഷങ്ങളിലെ നിങ്ങളുടെ പ്രതികരണമാണ് പ്രധാനം. നിങ്ങൾ ശ്വാസമെടുത്ത് സ്വസ്ഥമായി മറുപടി തരുമ്പോൾ അവൾക്ക് മനസ്സിലാവും, ഈ മനുഷ്യൻ സ്വന്തം മനസ്സിൽ ഉറച്ചു നിൽക്കുന്നു. അവൾക്ക് സുരക്ഷിതത്വം തോന്നും.
വികാരപരമായ സ്വാതന്ത്ര്യം. നിരന്തരം സ്വന്തം മനസ്സ് ഉറപ്പാക്കാൻ ആവശ്യപ്പെടാത്ത മനുഷ്യനോട് വിശ്വാസം എളുപ്പത്തിൽ വളരുന്നു. വികാരപരമായ സ്വാതന്ത്ര്യം എന്നാൽ അവളുടെ പ്രതികരണങ്ങൾ അനുസരിച്ച് നിങ്ങളുടെ സ്വന്തം മൂല്യം ഉയരുകയോ താഴുകയോ ചെയ്യാതിരിക്കുക എന്നാണ്. നിങ്ങൾ ശ്രദ്ധിക്കുന്നു, പക്ഷേ സ്വന്തം നിലയിൽ ഉറച്ചു നിൽക്കുന്നു. അവൾ സാധാരണയേക്കാൾ കുറച്ച് മൗനിയായിരുന്നാൽ നിങ്ങളുടെ മനസ്സ് മാറുന്നില്ല. ദിവസവും ഉറപ്പ് വേണമെന്ന് തോന്നുന്നില്ല. അവളുടെ സാന്നിധ്യം ആസ്വദിക്കുക, പക്ഷേ അതിനെ ആശ്രയിച്ച് സ്വന്തം മനസ്സ് നിയന്ത്രിക്കാതിരിക്കുക. അവൾ ബിസിയാണെങ്കിൽ അകത്ത് വിഷമിക്കാതിരിക്കുക. വ്യത്യസ്ത അഭിപ്രായം പറഞ്ഞാൽ അത് വ്യക്തിപരമായി എടുക്കാതിരിക്കുക. ഇത് അവൾക്ക് ലഘുവായി തോന്നും. അവൾക്ക് സ്വതന്ത്രയായി ഇരിക്കാൻ കഴിയും. നിങ്ങളുടെ സാന്നിധ്യം ആവശ്യത്തിൽ നിന്നല്ല, ഇഷ്ടത്തിൽ നിന്ന് വരുമ്പോൾ വിശ്വാസം സ്വാഭാവികമായി വളരും. യഥാർത്ഥ ശ്രദ്ധയോടെ കേൾക്കുക. വിശ്വാസം വളർത്താനുള്ള ഏറ്റവും ലളിതമായ വഴി യഥാർത്ഥമായി കേൾക്കുക എന്നതാണ്. വെറും വാക്കുകൾ മാത്രമല്ല, അതിനു പിന്നിലെ വികാരവും ശ്രദ്ധിക്കുക. അവൾ മുമ്പ് പറഞ്ഞ ചെറിയ കാര്യങ്ങൾ ഓർക്കുകയും അതിന് നല്ല രീതിയിൽ മറുപടി തരുകയും ചെയ്താൽ അവൾക്ക് തോന്നും, എന്റെ വാക്കുകൾക്ക് അദ്ദേഹം വില കൊടുക്കുന്നു. പലരും മറുപടി പറയാനുള്ള ഉദ്ദേശ്യത്തോടെയാണ് കേൾക്കുന്നത്. യഥാർത്ഥ കേൾക്കൽ ക്ഷമ ആവശ്യപ്പെടുന്നു. പെട്ടെന്ന് പരിഹാരം പറയാനോ വിഷയം മാറ്റാനോ ഉള്ള തിടുക്കം അടക്കി പൂർണ്ണമായി ശ്രദ്ധിക്കുക. അവൾ ഒരു പ്രശ്നം പറഞ്ഞാൽ അത് നിന്നെ എങ്ങനെ ബാധിച്ചു എന്ന് ചോദിക്കുക. ആഴ്ചകൾക്ക് ശേഷം ആ കാര്യം ഓർത്ത് പറയുക. ഇത് അവൾക്ക് വലിയ സുരക്ഷിതത്വം നൽകുന്നു. അവൾക്ക് ഭയമില്ലാതെ എല്ലാം തുറന്നു പറയാൻ കഴിയും. ആരും നോക്കാത്തപ്പോഴും ശരിയായത് ചെയ്യുക. വിശ്വാസത്തിന്റെ ഏറ്റവും ശക്തമായ അടിത്തറയാണ് ആരും നോക്കാത്തപ്പോഴും ശരിയായത് ചെയ്യുന്ന സ്വഭാവം. ഇത് എന്നാണ് അർത്ഥമാക്കുന്നത്. മറ്റുള്ളവർ കാണുമ്പോൾ മാത്രം നല്ലത് നടിക്കാതെ ഒറ്റയ്ക്കിരിക്കുമ്പോഴും നിങ്ങളുടെ മൂല്യങ്ങൾ അനുസരിച്ച് ജീവിക്കുക എന്നാണ്. ആരും ശ്രദ്ധിക്കാത്ത നിമിഷങ്ങളിലും നിങ്ങൾ സത്യസന്ധനായി തുടരുമ്പോൾ അത് പതുക്കെ പുറത്തേക്ക് തെളിയും. അവൾ അത് നേരിട്ട് കാണണമെന്നില്ല, പക്ഷേ അവൾക്ക് അത് അനുഭവിക്കാൻ കഴിയും. ആരും നോക്കുന്നില്ലെങ്കിലും നിങ്ങൾ നല്ലത് ചെയ്യുന്നുവെങ്കിൽ അവൾക്ക് മനസ്സിലാവും, ഈ മനുഷ്യൻ നല്ലത് കാണിക്കാൻ വേണ്ടി അല്ല, യഥാർത്ഥത്തിൽ അങ്ങനെയാണ്. ഇത് വിശ്വാസത്തെ വളരെ ആഴത്തിലാക്കുന്നു. വിശ്വാസം ഇനി ലഘുവല്ല, ഉറച്ചതാവുന്നു. വിശ്വാസം ഒറ്റ നിമിഷത്തിൽ ഉണ്ടാവുന്നതല്ല. ശാന്തമായ പ്രവൃത്തികൾ ആവർത്തിച്ച് ക്ഷമയോടെ, സ്ഥിരതയോടെ, സത്യസന്ധതയോടെ ചെയ്യുമ്പോൾ കാലം കൊണ്ട് അത് വളരുന്നു. വലിയ നാടകങ്ങൾ കാണിക്കുന്നവരല്ല ഏറ്റവും വലിയ വിശ്വാസം ഉണ്ടാക്കുന്നത്. ദിവസവും ഒരേപോലെ ഉറച്ചു നിൽക്കുന്നവരാണ്. ഈ കാര്യങ്ങൾ നിങ്ങൾക്ക് ഉപയോഗപ്പെട്ടെങ്കിൽ വീഡിയോ ലൈക്ക് ചെയ്യുക. ഈ കാര്യങ്ങളിൽ ഏതാണ് നിങ്ങൾക്ക് ഏറ്റവും പ്രധാനമായി തോന്നിയത്? നിങ്ങളുടെ അഭിപ്രായം കേൾക്കാൻ ഞാൻ ആഗ്രഹിക്കുന്നു. കൂടുതൽ ഇത്തരം ഉപദേശങ്ങൾക്കായി ചാനൽ സബ്സ്ക്രൈബ് ചെയ്യാൻ മറക്കരുത്. നിങ്ങളുടെ ജീവിതത്തിൽ ഈ ഗുണങ്ങൾ വളർത്തിയെടുക്കാൻ ശ്രമിക്കുക. അത് നിങ്ങളെ ഒരു വിശ്വസനീയവും ആകർഷകവുമായ മനുഷ്യനാക്കും. അപ്പോൾ നമുക്ക് അടുത്ത വീഡിയോയിൽ കാണാം.